ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഫാൾ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് ഒരു ഹാൾട്ട് ക്യാൻഡിൽ ഫോം ചെയ്തതിനു ശേഷം നാളേക്ക് വലിയ ഫാൾ ഉണ്ടാവും എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ അനാലിസിസ് ഒക്കെ. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു? നമ്മുടെയൊക്കെ പ്രതീക്ഷകൾ തകിടം മറിച്ച് നിഫ്റ്റി ബാങ്ക് ഏകദേശം 1.91% ഇന്ന് ഡൗൺ സൈഡ് ഫാൾ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നമുക്കറിയാം ഓരോ ദിവസത്തെയും ക്യാൻഡിൽസ് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫാളിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫാൾ എന്ന് പറയുന്നത് എന്താണോ ആ രീതിയിലേക്ക് മാർക്കറ്റ് മാറി എന്നുള്ളതാണ്. ഇനി 40,900 എന്നുള്ള, അല്ലെങ്കിൽ 49,000 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുക്കും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ലെവലിൽ ഡെയിലി ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തതിനു ശേഷം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ തരും. അതല്ലെങ്കിൽ മാർക്കറ്റ് പതുക്കെ റിവേഴ്സൽ കാണിച്ച് വീണ്ടും ഫാളിംഗ് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ഡെയിലി ക്യാൻഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്കറിയാം, ഇത് പറയാനുള്ള കാരണം ഇന്ത്യ ഇന്ന് വേൾഡിലെ ഏറ്റവും ഓവർബോൾഡ് ആയിട്ടുള്ള രണ്ടാമത്തെ മാർക്കറ്റ് ആണ് എന്നുള്ളതുകൊണ്ട് മാർക്കറ്റിൽ 54,000 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് പോയതും ചെറിയ ഒരു കാലം കൊണ്ടാണ് എന്നുള്ളതുകൊണ്ട് എന്തുണ്ട്, ഈ വീഴ്ചയുടെ ആഘാതം കൂട്ടി എന്നുള്ളതാണ്. ഇനി നാളത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ, അതിന് മുമ്പ് നമുക്ക് നോക്കാം ഇന്നത്തെ മാർക്കറ്റ് നോക്കാം. ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ഡേലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഡൗൺ സൈഡ് ട്രേഡ് ഉണ്ടായിരുന്നു. നമ്മൾ ചെറിയൊരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രേഡ് നമ്മൾ പിന്നെ ഈ ഭാഗത്തുനിന്ന് അവിടുന്നാണ് എടുത്തത്. അത് നമുക്ക് 1:2 എന്നുള്ള ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. രാവിലെ 9:15 നമ്മൾ സത്യത്തിൽ കുറച്ച് ദിവസമായിട്ട് പിന്നെ ലൈവ് പോയത് 10:00 ഇന്നലെ ഇന്നൊക്കെ നമ്മൾ 9:15 വന്നത് എന്നുള്ളതുകൊണ്ട് ഈ ഒരു ട്രേഡ് നമുക്ക് നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റ് നോക്കിയാൽ മതി, ഹൈ വോളറ്റൈൽ ആയിരുന്നു എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്തു. ഫസ്റ്റ് ഒരു ഫാള് തന്നു, അതിനുശേഷം ഒരു റിവേഴ്സൽ, വീണ്ടും ഒരു ഫാള്, അതിനുശേഷം ഷാർപ്പ് റിക്കവറി ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരു വോളറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് വീണ്ടും ചെയ്തത് ക്രോസ്, അല്ലെങ്കിൽ എവിടെയാണ് ബോട്ടം ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അടുത്ത് വന്നിട്ടാണ് ക്രോസ് തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡബിൾ ബോട്ടം നിന്നിട്ട് ക്രിയേറ്റ് ചെയ്ത ഏരിയ 800 പോയിന്റ് 700 പോയിന്റ് ഒക്കെയാണ് ഈ മൂവ്മെന്റ് തന്നത്. പ്രീമിയത്തിലും സിംഗിൾ സ്പൈക്കുകളിൽ 120, 500 അല്ലെങ്കിൽ 700 പോകുന്ന രീതിയിലായിരുന്നു ഇന്നുണ്ടായിരുന്നത്. പ്രീമിയം മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഹൈ വോളറ്റൈൽ ആയിരുന്നു എന്നുള്ളതായിരുന്നു മാർക്കറ്റ്. ഇനി നാളത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഇന്നത്തെ എല്ലാം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 49,650 വരേക്ക് 50,000 എന്നുള്ള റൗണ്ട് ലെവൽ ഉണ്ട്. അവിടെ നിന്ന് റെസ്പെക്ട് ചെയ്താൽ പിന്നെ നമുക്ക് റെസ്പെക്റ്റിന് ശേഷം തിരിച്ച് പോരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതിന് കാരണം മാർക്കറ്റിന്റെ കണ്ടിന്യൂസ് ഫാള് മാത്രമാണ്. ഇനി നാളെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താണ്, മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 50,000 എന്നുള്ളത് ഫസ്റ്റ് ടാർഗറ്റ് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ 49,650 എന്നുള്ള ലെവൽ ടാർഗറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി കോൾ സൈഡിലേക്കാണെങ്കിലോ നമുക്ക് ട്രേഡുകളൊന്നും നമ്മൾ നിലവിൽ പ്ലാൻ ചെയ്യുന്നില്ല. കോൾ സൈഡിലുള്ള ട്രേഡുകൾ 51,750 മുകളിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതിന് മുമ്പ് ഒരു ട്രേഡ് പോലും കോൾ സൈഡിലേക്ക് പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു ലെവലിന്റെ മോൾക്ക് ബ്രേക്ക്ഔട്ട് തരിക, അല്ലെങ്കിൽ ഈ ഒരു ലെവലിന്റെ മോൾക്ക് മാറി നിൽക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അത് നാളേക്ക് നമ്മൾ കോൾ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. നാളെയും അല്ലെങ്കിൽ നാളെ മറ്റന്നേയും ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നാളെ ഡൗൺ സൈഡ് ബ്രേക്ക് പിന്നെ ഓപ്പൺ ചെയ്ത് പതുക്കെ മേലേക്ക് വന്നാൽ പോലും മറ്റന്നാൾ ഈ ലെവൽ ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ കോൾ സൈഡിലുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓവറോൾ വ്യൂ നെഗറ്റീവ് ആണ് എന്നുള്ളതും നെഗറ്റീവ് സൈഡിലേക്ക് നമ്മൾ ആസ് യൂഷ്വൽ എന്ത് ചെയ്യുന്നു, ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിൽ ഈ ലെവലാണെങ്കിൽ സെല്ലിംഗ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് വെയിറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നാളേക്ക് നമുക്ക് നിഫ്റ്റി ബാങ്കിലുള്ള വ്യൂ. ഇനി നിഫ്റ്റി 50-ലാണെങ്കിൽ നമുക്കറിയാം മാർക്കറ്റ് ഇതേ രീതിയിലാണ് നമുക്ക് ഇന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് മാർക്കറ്റ് താഴെ വരുമെന്നുള്ളതിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സെയിം സിനാരിയോ ആണ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ടാർഗറ്റ് ആയിട്ട് ഈ ലെവൽ വെക്കാൻ പറ്റും. ഇതിനുശേഷം ഒരു കണ്ടിന്യൂസ് ഫാളിങ്ങിനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതും 500 വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തൊരു ടാർഗറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു സ്ക്രിപ്റ്റിലും നമ്മൾ കോൾ സൈഡിലുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. നമുക്ക് ട്രേഡുകളൊക്കെ പുൾ സൈഡിലേക്ക് മാത്രമേ പ്ലാൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടും വലിയ ഗ്യാപ്പ് അപ്പുകളും ഗ്യാപ്പ് ഡൗണുകളും പ്രോഫിറ്റ് ബുക്കിങ്ങിലുള്ള സിനാരിയോ ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ടും ഇപ്പോൾ വലിയൊരു ഗ്യാപ്പ് ഡൗൺ ആണ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു റിവേഴ്സലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും കണ്ടിന്യൂസ് സെല്ലിങ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. മറ്റുള്ള അല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു ലോങ് ടൈമിലേക്കുള്ള വ്യൂവിൽ കുറേശ്ശെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക എന്നുള്ളതല്ലാതെ വലിയ ക്വാണ്ടിറ്റിയിൽ ഇപ്പം ട്രേഡുകൾ പ്ലാൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ട്രേഡിംഗ് മെത്തേഡ്. കാരണം
ഇപ്പോൾ മാർക്കറ്റ് കണ്ടിന്യൂസ് ഫാളിംഗ് മാത്രമാണ്. ഈ മാർക്കറ്റ് എപ്പോഴാണോ തിരിച്ച് കയറി തുടങ്ങുന്നത്, ഒരു ഡബിൾ ബോട്ടം ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ചെറിയ ക്വാണ്ടിറ്റികളിൽ ബൈ ചെയ്ത് തുടങ്ങാമെന്നുള്ളതാണ്. ഇന്നറിയാം ഒരുവിധം എല്ലാ സ്റ്റോക്കുകളും ഡൗൺ സൈഡ് ആയിരുന്നു. DB Corp മാത്രമാണ് 12% അടുത്ത് നമ്മൾ ഷോർട്ട് ടൈമിലേക്ക് എടുത്ത ട്രേഡ് മാത്രമാണ് 12% അപ്പായിട്ട് നിൽക്കുന്നത്. അതേപോലെ ഹിൽട്ടണും ഒരു 1.5% ഗ്യാപ്പ് അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ സ്റ്റോക്കുകളും ഏകദേശം 2 അല്ലെങ്കിൽ 3% മുകളിൽ ഡൗൺ സൈഡ് ആണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ്